കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഠിന ജോലികൾ ചെയ്യുന്ന മറുനാടൻ കുട്ടികൾ നമ്മെ സങ്കടപ്പെടുത്താറുണ്ട്. ഇവർ എങ്ങനെ ഇവിടെ എത്തുന്നു എന്ന സംശയവും തോന്നാറുണ്ട്. ഗുജറാത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോടെത്തിയ തീവണ്ടിയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് 30ഓളം കുട്ടികളെയാണ്. രാവിലെ 10:30 ഓഖ എറണാകുളം എക്സ്പ്രസിലാണ് കുട്ടികളെത്തിയത്. 4 വയസ്സിനും 11 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 30 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് ഭക്ഷണം നൽകാതെ പീഡിപ്പിക്കുകയാണെന്ന് തീവണ്ടിയിലുണ്ടായിരുന്നവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസും ചൈൽഡ് ലൈൻ അധികൃതരും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ഇവിടെ പഠിപ്പിക്കാനെന്നുള്ള പറയുന്നത്, പക്ഷെ നമുക്ക് അവർ യാതൊരു രേഖയും കാണിച്ചിട്ടില്ല. അവരെ എവിടെയാണോ മാതാപിതാക്കൾ ആരാണോ അവരില്ല, കുട്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെയുള്ള 3 ആൾക്കാരെ കൂടെയാണ് ഇത്രയും കുട്ടികൾ 10-30ഓളം കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവന്നത്. തോട്ടത്തിൽ റഷീദ് എന്നയാളാണ് ഇവരെ കൊണ്ടുവരാൻ ഏർപ്പാടാക്കിയതെന്ന് അന്വേഷണത്തിൽ ബോധ്യമായി. ഗുജറാത്ത് കലാപത്തിൽപ്പെട്ട യാതന അനുഭവിക്കുന്ന കുട്ടികളെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിനും മറ്റുമായാണ് കൊണ്ടുവന്നതെന്നാണ് റഷീദിന്റെ വാദം. കുട്ടികളുടെ റെക്കോർഡെല്ലാം പരിശോധിച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ JDT എടുക്കും, അല്ലെങ്കിൽ അവരുടെ റെക്കോർഡൊന്നും ശരിയല്ലെങ്കിൽ അവരെ തിരിച്ചയക്കുകയും ചെയ്യും. കോഴിക്കോട് JDT, തലശ്ശേരി, വയനാട് ഓർഫനേജുകൾ എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിക്കാനാണ് കൊണ്ടുവരുന്നതെന്ന് ഇദ്ദേഹം പറയുന്നു. തങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലെന്നും രേഖകളുമായി വന്നാൽ പ്രവേശിപ്പിക്കാമെന്നും JDT അധികൃതർ പറയുന്നു. എന്നാൽ കുട്ടികളെ കൊണ്ടുവരുന്നതിന് രേഖകൾ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ഇവർക്ക് എറണാകുളത്തേക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നുള്ള ഇവരെ പിന്നീട് ചൈൽഡ് ലൈൻ അധികൃതർ കൊണ്ടുപോയി. രക്ഷിതാക്കൾക്ക് മാത്രമേ ഇവരെ വിട്ടു നൽകുകയുള്ളൂ എന്ന് ചൈൽഡ് ലൈൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ദുരന്തബാധിത പ്രദേശങ്ങളിലെ അനാഥരായ ഇവരെ കേരളത്തിലെ അനാഥാലയങ്ങളിലേക്കാണ് കൊണ്ടുവന്നതത്രേ. വിശ്വസിക്കാൻ പ്രയാസം. ഈ ബാല്യങ്ങൾ വിൽപ്പനയ്ക്കെത്തും മുമ്പ് അധികാരികളെ അറിയിക്കാൻ മനസ്സു കാണിച്ച നല്ല മനുഷ്യർക്ക് നന്ദി. നാട്ടാനകൾക്ക് നേരെയുള്ള കൊടും ക്രൂരതയുടെ കഥകൾ നേരത്തെ ന്യൂസ് വാച്ച് നൽകിയിരുന്നു. തീറ്റ തേടി നാട്ടിലിറങ്ങുന്ന കാട്ടാനകൾക്കും ഇതേ ഗതി തന്നെയാണ്. കഴിഞ്ഞ 1 വർഷത്തിനിടെ വയനാടൻ വനാന്തരങ്ങളിൽ മാത്രം ചെരിഞ്ഞത് 8 കാട്ടാനകളാണ്. 5 കൊമ്പനാനകളും 3 പിടിയാനകളുമാണ് കഴിഞ്ഞ 1 വർഷത്തിനിടെ വയനാട് വന്യജീവി സങ്കേതത്തിൽ ചെരിഞ്ഞത്. ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരമാണിത്. ഉൾവനങ്ങളിൽ ചെരിയുന്ന ആനകളുടെ എണ്ണം ഇതിന് പുറമെയാണ്. തീറ്റ തേടി ഗ്രാമപ്രദേശങ്ങളിലെത്തി അവശനിലയിലായ കാട്ടാനകൾക്ക് വേണ്ട ചികിത്സ നൽകിയാലും ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ സംഭവങ്ങൾ അപൂർവമാണ്. കഴിഞ്ഞ ഡിസംബർ മുതൽ ഇതുവരെ മാത്രം 4 ആനകളാണ് അസുഖം ബാധിച്ച് മരിച്ചത്. കഴിഞ്ഞ ദിവസം മുത്തങ്ങ റേഞ്ചിലെ ചെട്ടിയാലത്തൂർ കരവളം വയലിൽ തളർന്നു വീണ കാട്ടുകൊമ്പന്റെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള വനം വകുപ്പ് അധികൃതരുടെയും നാട്ടുകാരുടെയും ദിവസങ്ങൾ നീണ്ട ശ്രമങ്ങൾ പാഴാവുകയായിരുന്നു. കർഷകർക്ക് ദുരിതം മാത്രം സമ്മാനിച്ച് നാട്ടിലിറങ്ങുന്ന കാട്ടാനകൾ എന്നും കർഷകന്റെ ശത്രുവാണ്. ഗ്രാമപ്രദേശങ്ങളിൽ ചെരിയുന്ന കാട്ടാനകളിൽ മിക്കതിന്റെയും മരണകാരണം ആഴത്തിലുള്ള മുറിവും ഭക്ഷ്യവിഷബാധയുമായിരിക്കും. കാട്ടാനകൾ ചെരിയുന്നതിന്റെ കാരണം സംബന്ധിച്ച അന്വേഷണങ്ങളും എങ്ങുമെത്താറില്ല. ഈ കാട്ടാനകളുടെ മരണകാരണം ഇപ്പോഴും അജ്ഞാതമാണ്. ആന ചെരിഞ്ഞാലും ലക്ഷങ്ങൾ നേടുന്നവരും അതിന്റെ പങ്കുപറ്റുന്നവരും നമുക്കിടയിൽ ധാരാളം ഉണ്ടല്ലോ. വയലായ വയലൊക്കെ നികത്തുന്നവർ പട്ടണ നടുവിൽ നെല്ല് നട്ട് ഹരം കൊള്ളുന്നു. പുത്തരിക്കണ്ടം മൈതാനം പൈതൃക സ്വത്തായി കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പറ കണ്ടത്തിൽ ഞാറുനടിയിൽ നടന്നത്. തിരക്കേറിയ നഗരത്തിൽ നല്ല നെൽകൃഷി ആരംഭിച്ചെന്ന് പറഞ്ഞാൽ അതിശയിക്കുന്നവരുണ്ടാകാം. ഇതെല്ലാം നാട്ടിൻപുറത്തല്ലാതെ നഗരത്തിൽ വെറുതെ പറയുന്നതാകാം എന്നതാവും അവരുടെ മറുപടി. എന്നാൽ ഈ വിശ്വാസത്തെ മാറ്റാൻ തിരുവനന്തപുരം നഗരസഭയ്ക്കായി. തലസ്ഥാനത്തെ പ്രധാന കേന്ദ്രമായ പുത്തരിക്കണ്ടത്ത് തന്നെ ഒരു പറ നിലമൊരുങ്ങുകയാണ്. ഞാറുനടാൻ കൃഷിമന്ത്രിയും MLAയും നേതൃത്വം നൽകിയതോടെ കരയിൽ നിന്നവരെല്ലാം കണ്ടത്തിലിറങ്ങി. പാടത്തിന്റെ പച്ചപ്പ് പുസ്തകത്തിൽ മാത്രം കണ്ടുപരിചയമുള്ള വിദ്യാർത്ഥിനികളും കൂട്ടായ്മയിൽ പങ്കുചേർന്നു. പണ്ടുകാലത്ത് നിറയെ നെൽമണി നൽകിയിരുന്ന പുത്തരിക്കണ്ടത്തിനെ പൈതൃക സ്വത്തായി കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഒരു ഭാഗത്ത് നെൽകൃഷി ആരംഭിച്ചത്. ഇവിടെ വിളഞ്ഞിരുന്ന കതിരുകൾ പത്മനാഭസ്വാമിക്ക് നിറപുത്തരിയായി കാണിക്ക വച്ചിരുന്നു എന്നതും ചരിത്രമാണ്. അതേ പൈതൃകം കാത്തുസൂക്ഷിക്കാനാണ് നഗരസഭയുടെ ശ്രമം. 6 കോടി രൂപ ചിലവിൽ പുത്തരിക്കണ്ട മൈതാനത്തിന്റെ നവീകരണം പൂർത്തിയാകുന്നതോടെ കൃഷി സംബന്ധിച്ച് വിദ്യാർത്ഥിനികൾക്ക് പഠനം നടത്തുന്നതിനുള്ള സൗകര്യവും ഉണ്ടാകും. വെള്ളായണി കാർഷിക കോളേജിലെ കൃഷി വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും നെൽകൃഷിയുടെ തുടർ പരിചരണം നടത്തുക. പട്ടണ തിരക്കിൽ നിന്ന് ഇനി കൊയ്ത്തുപാട്ട് ഉയരട്ടെ.
പണ്ടുകാലത്തെ ആചാരം പോലെ ഇവിടത്തെ കതിർക്കുലകൾ കൊണ്ട് ശ്രീ പത്മനാഭന് നിറപുത്തരിയും ഒരുക്കട്ടെ. ശ്രീ പത്മനാഭനെ ചൊല്ലിയെങ്കിലും ഒരു നല്ല കാര്യം നടന്നല്ലോ. നഗരവാസികൾ കൃഷി കാണാനും കതിര് നുള്ളാനും വൈകുന്നേരങ്ങളിൽ പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് ഒഴുകി വരുന്നത് കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടാകുമോ ആവോ. മലയാളത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ അന്തരംഗം അഭിമാനപൂരിതമാകുമെന്ന് ഉറപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഭാഷയുടെ വളർച്ചയ്ക്ക് പത്ര ദൃശ്യമാധ്യമങ്ങൾ പുതിയ ഭാഷാശൈലി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട MT സാർ പറയുന്നതും. പുതിയ പുതിയ പദസംഘാതങ്ങൾ, പദം കൂടിച്ചേർന്ന് പുതിയൊരു ശൈലി ഉണ്ടാക്കാൻ എല്ലാ പത്രങ്ങളും എല്ലാ ദൃശ്യമാധ്യമങ്ങളും ശ്രമിക്കണം. അതോടുകൂടിയിട്ട് പത്രത്തിന്റെ ഈ പാരായണക്ഷമത വർദ്ധിക്കുക, ആളുകളായിട്ടുള്ള അടുപ്പം വർദ്ധിക്കുക മാത്രമല്ല, അതിന്റെ പുറമെ നമ്മുടെ ഭാഷയ്ക്ക് പുതിയ പുതിയ വാക്കുകൾ കിട്ടും. അലങ്കാര വർണ്ണനകളൊക്കെ ഒഴിവാക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുമ്പോഴാണ് വെള്ളിടി പോലെ ചില പുതിയ പ്രയോഗങ്ങൾ. കേരളത്തിന്റെ സുന്ദരമായ ഈ നിമിഷത്തിൽ എനിക്ക് എന്നെ പോലെ കൂടെ നിൽക്കുന്നവരെയും എല്ലാം കൂടെ പറയാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രത്യക്ഷത്തിൽ കാണുന്നതും പരോക്ഷത്തിലായാലും അപരോക്ഷത്തിലായാലും മലയാളത്തിന്റെ സുന്ദരിമാർ പറയുമ്പോൾ നിസ്സാരമായി കാണാമോ? മലയാളം കുരച്ച് കുരച്ച് ഇവർ പരവശരാകുമ്പോഴാണ് ചില കഞ്ഞികൾ ചമ്മന്തിയെക്കുറിച്ച് ചോദിക്കുന്നത്. തനി മലയാളിയെങ്കിലും അതും അറിയില്ല സുന്ദരിക്ക്. സദ്യയിൽ എത്ര കൂട്ടങ്ങളാവാമെന്നും ഈ സുന്ദരി കുഞ്ഞുങ്ങളോട് ചിലർ ചോദിച്ചു കളഞ്ഞു. നമ്മുടെ സദ്യ ഉണ്ടല്ലോ, ടിപ്പിക്കൽ മലയാളം കേരള സദ്യ, അതിനകത്തുള്ളൊരു 7 ഐറ്റമിന്റെ പേര് പറയാൻ പറ്റും. പ്രിയമുള്ളവരെ, ഇത് സൗന്ദര്യ മത്സരം മാത്രമാണ്. കൊടിയും പിടിച്ച് ആരും കയറി വരാതിരിക്കാനും കണ്ണിൽ പൊടിയിടാനും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുവെന്ന് മാത്രം. നടത്തവും ചില കുലുക്കി കറക്കവുമൊക്കെയായി ഇവർ കിരീടമണിയട്ടെ. സെറ്റുടുത്ത് മുല്ലപ്പൂ ചൂടി 7 അഴകോടെ എത്തുന്ന മലയാളി മംഗമാർ നമുക്കിടയിൽ എത്രയോ പേരുണ്ട്. അവരുടെ അന്നനടയ്ക്കൊപ്പമെത്താൻ ഈ മിസ് കേരളമാർക്ക് അടുത്ത ജന്മമെങ്കിലും കഴിയട്ടെ എന്ന ആശംസയോടെ ന്യൂസ് വാച്ചിന്റെ ഈ ലക്കം പൂർത്തിയാക്കുന്നു. വാർത്തകളുടെ സവിശേഷ കാഴ്ചകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.